നമസ്കാരം. ക്രൈസ്തവ സമുദായം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചർച്ച ചെയ്യുവാനായി ഷെക്കേന ഒരുക്കുന്ന ചർച്ചാവേദി ഫയർ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഷെക്കേന ഫയർ റൂം ചർച്ച ചെയ്യുന്ന വിഷയം സഭയും രാഷ്ട്രീയവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു സാഹചര്യം നമുക്കറിയാവുന്നതുപോലെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സഭയും സഭാ നേതൃത്വത്തെയും ചിലർ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കുകയുണ്ടായി. സഭ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടു എന്ന തരത്തിലുള്ള പ്രചരണമൊക്കെ വളരെ ശക്തമായിരുന്നു. സിറോ മലബാർ സഭ തന്നെ ഔദ്യോഗികമായി അത്തരം വിവാദങ്ങളിൽ സഭയുടെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്തരം വിവാദം സൃഷ്ടിച്ചവർക്ക് സഭയും സഭാ നേതൃത്വത്തെയും കുറിച്ച് പൊതുസമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിൽ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് പറയുന്നതിൽ നമുക്ക് സംശയമില്ല. ഈ കാര്യത്തിൽ രാഷ്ട്രീയത്തിൽ സഭയുടെ നിലപാട് എന്താണ്? സഭ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? അനാവശ്യമായ വിവാദങ്ങളിലേക്ക് സഭയെ വലിച്ചഴിക്കുന്നവരുടെ ലക്ഷ്യമെന്ത്? ഇതൊക്കെ തന്നെയാണ് ഷെക്കേന ഫയർ റൂം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ദീപിക ഫ്രണ്ട്സ് ക്ലബ് സംസ്ഥാന ഡയറക്ടർ ഫാദർ റോയ് കണ്ണഞ്ചിറ CMI, KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ശ്രീ ചാർലി പോൾ. രണ്ടുപേർക്കും ഷെക്കേന ഫയർ റൂമിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ റോയ് കണ്ണഞ്ചിറ CMI, സഭയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ടോ? സഭ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട സാഹചര്യമുണ്ടോ? സഭയ്ക്ക് രാഷ്ട്രീയമുണ്ട് എന്നതാണ് എൻ്റെ ഒന്നാമത്തെ മറുപടി. കാരണം സഭ എന്ന് പറയുന്നത് വായുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അന്തരീക്ഷമല്ല, അല്ല ഒരു സംഗതിയല്ല. സഭ എന്ന് പറയുന്നത് സമൂഹത്തിൽ വിശ്വാസികളുടെ കൂട്ടായ്മയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ വിശ്വാസികൾ എവിടെയാണ് ജീവിക്കുന്നത്? അവർ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് ജീവിക്കുന്നത്. പൊതുസമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടായ്മയായ സഭയ്ക്ക് പൊതുസമൂഹ നിർമ്മിതിയിൽ നിർണായകമായ പങ്കാളിത്തം വഹിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളിൽ വ്യക്തമായ നിലപാടുകൾ ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? സഭയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിനുള്ളിൽ തളച്ചിടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നിലപാടല്ല സഭയ്ക്കുള്ളത്. സഭയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ നന്മയാണ് എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം സഭ രണ്ട് സമൂഹങ്ങളെ നിർമ്മിക്കുന്നുണ്ട്. ഒന്ന്, ഒരു വിശ്വാസ സമൂഹത്തെ നിർമ്മിക്കുന്നുണ്ട്. അത് സഭയുടെ പ്രഥമമായ ദൗത്യമാണ്. വിശ്വാസ സമൂഹത്തിന്റെ കൂട്ടായ്മ, സമുദായം എന്ന് നമ്മൾ വിളിക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ കൂട്ടായ്മയാണ് സഭ. അപ്പോൾ ആ സമൂഹ നിർമ്മിതിയുടെ ഒരു ലക്ഷ്യം സഭയുടെ നിയോഗം തന്നെയാണ്. രണ്ടാമത്, സഭ പൊതുസമൂഹ നിർമ്മിതിയിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു നേതൃത്വ സാന്നിധ്യമാണ് സഭ. സഭയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ മാത്രമല്ല രാഷ്ട്രം എന്ന് പറയുന്നത്. വിശ്വാസികളുടെ മാത്രമല്ല രാഷ്ട്രം എന്ന് പറയുന്നത് നാനാജാതി മതസ്ഥരായ ജനാധിപത്യ വിശ്വാസികളായ നമ്മുടെ ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ മൂല്യങ്ങളിൽ, ഭരണഘടന അനുസരിച്ചുള്ള ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാ മനുഷ്യ സഹോദരങ്ങളുടെയും കൂട്ടായ്മയാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്ര നിർമ്മിതിയിൽ പങ്കുചേരുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ കത്തോലിക്ക സഭയും ക്രൈസ്തവ സമൂഹവും. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയം എന്നുള്ള വാക്കിന്റെ അർത്ഥം രാഷ്ട്രത്തെ സംബന്ധിച്ചത് എന്നുള്ളതാണല്ലോ, രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന, രാഷ്ട്ര നിർമ്മിതിയിൽ പങ്കുചേരുന്ന ഒരു വലിയ സമൂഹത്തിന്റെ ഒരു വലിയ സമൂഹത്തിന് ഈ രാഷ്ട്രീയ നിലപാടുകളില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരിക്കണം. വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരിക്കണം. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ഉള്ള രാഷ്ട്രീയ താല്പര്യമല്ല, വ്യക്തികളോടുള്ള താല്പര്യവുമായിരിക്കരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സഭയുടെ പൊതുവായ കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ്. അഭിമന്യ പിതാക്കന്മാരുടെയും സഭയുടെ നേതാക്കളുടെയും ഒക്കെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കുതകുന്ന എല്ലാ രാഷ്ട്രീയ നിലപാടുകളോടും സഭയ്ക്ക് ആഭിമുഖ്യമുണ്ട്. സഭ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
വളരെ വ്യക്തം, വളരെ പ്രസക്തമായ ഒരു ആശയം തന്നെയാണ് ഫാദർ റോയി കണ്ണഞ്ചിറ പങ്കുവച്ചത്. സഭയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ട്, എന്നാൽ സഭയുടെ വോട്ട് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ല. വളരെ വ്യക്തമാണ്. അഡ്വക്കേറ്റ് ചാർലി പോൾ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ അടുത്ത നാളുകളിലായി സഭയും സഭാ നേതൃത്വത്തെയും അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കുന്ന ഒരു പ്രവണത ശക്തി പ്രാപിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഒരു ഉപതെരഞ്ഞെടുപ്പ്, സംസ്ഥാന രാഷ്ട്രീയത്തെ ഒരു തരത്തിലും സ്വാധീനിക്കാത്ത ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും സഭ ഇടപെട്ടു എന്ന തരത്തിലുള്ള അനാവശ്യ പ്രചരണം ചിലർ സൃഷ്ടിക്കുകയുണ്ടായി. ഇത് സഭയും സഭാ നേതൃത്വത്തെയും കുറിച്ച് ഒരു തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുവാൻ ഇടയാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സഭയും സഭാ നേതൃത്വത്തെയും അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കുന്നവരുടെ ലക്ഷ്യം എന്താണ്? അഡ്വക്കേറ്റ് ചാർലി പോൾ. തീർച്ചയായിട്ടും ഈ സഭയെ സ്ഥാനത്തും അസ്ഥാനത്തും സഭയെ വലിച്ചഴിക്കുന്ന ഈ തീരുമാനങ്ങളിൽ ചിലർക്ക് ബോധപൂർവമായ ചില താല്പര്യങ്ങളുണ്ട്. അവര് സ്ഥാപിത താല്പര്യക്കാർ തന്നെയാണ്. ഏത് വിഷയം ഉണ്ടായാലും സീറോ മലബാർ സഭയുമായിട്ട് ബന്ധപ്പെടുത്തുക, പ്രത്യേകിച്ചും സീറോ മലബാർ സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പിനെ ബന്ധപ്പെടുത്തുക എന്നുള്ളവർക്ക് ഒരു ഹോബി പോലെയായിട്ട് മാറിയിട്ടുണ്ട്. എന്തിനും ഏതിനും സഭയാ തലവനെയും സഭയെയും ബന്ധപ്പെടുത്തുക. ഇടതുപക്ഷ സ്ഥാനാർത്ഥി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് നിർദ്ദേശിച്ച ആളാന്ന് പറയുക, സെന്റ് തോമസ് മൗണ്ടിൽ നിന്നാണ് അദ്ദേഹത്തെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫോൺ പോയെന്ന് പറയുക. ഇതൊക്കെ തികച്ചും അവാസ്തവമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. എന്താന്ന് വെച്ചാല് ഒരാഴ്ചയിലേറെ ആയിട്ട് സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് അഭിനയ കർദിനാൾ പിതാവ് ആലഞ്ചേരി പിതാവ് റോമിലാണ്. റോമിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് സഭയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും അദ്ദേഹം ഇത് അറിയുന്ന പോലും ഉണ്ടാവുന്നില്ല. എങ്കിലും സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ എറണാകുളത്തുള്ള ചിലര് ഒരു പരിധിവരെ അവര് സഭയുടെ അകത്തുള്ളവരാണെന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ളവരാണ് ആദ്യം രംഗത്തിറങ്ങി ഈ സഭയെ ബോധപൂർവം പരിഹസിക്കാനൊക്കെ രംഗത്ത് വരിക. എറണാകുളത്ത് നടക്കുന്ന ഏത് വിഷയം എടുത്താലും അത് സീറോ മലബാർ സഭയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടും സഭാതലനെ ബന്ധിപ്പിച്ചുകൊണ്ടും വരുന്നതിൽ വലിയ വിഷമം പ്രയാസം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പൊ ജലന്ധർ രൂപതയുടെ ബിഷപ്പിനെ കുറിച്ചുള്ള കാര്യമായിക്കോട്ടെ, അത് ഈ രൂപതയുമായി യാതൊരു ബന്ധമുള്ള കാര്യമല്ല. ഇനി കുറവിലങ്ങാട്ട് സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള കാര്യമായിക്കോട്ടെ, അതും ഈ രൂപതയുമായി യാതൊരു ബന്ധമുള്ള കാര്യമല്ല. പക്ഷെ അവർ കൊണ്ടുവന്നത് എറണാകുളത്ത് വെച്ചിട്ട് സീറോ മലബാർ സഭയുടെ വിഷയമായിട്ടും സഭാതലവന്റെ വിഷയമായിട്ടും ബന്ധപ്പെടുത്തുക. ഇനി സീറോ മലബാർ സഭയുടെ തലവനുമായി ബന്ധമില്ലാത്ത യാതൊരു കുലബന്ധം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ യാതൊരു ബന്ധമില്ലാത്ത ഇടപാടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലും കൂട്ടിക്കിണക്കുക. ഞാൻ സാധാരണ പറയാറുണ്ട്, ഇപ്പൊ യുക്രൈനിൽ നടക്കുന്ന റഷ്യയുടെ ഇടപെടൽ പോലും സഭയുടെ തലവൻ പറഞ്ഞിട്ടാണെന്നാണ് ചിലർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള അവാസ്തവമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. രണ്ടാമത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അത് ചില മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സഭയുടെ അകത്തുള്ള ചിലര് അത് മുതലെടുപ്പിന് അവർക്കുള്ള അന്ധമായ വിരോധം കൊണ്ടും വ്യക്തിവൈരാഗ്യം കൊണ്ടും ഒക്കെ അങ്ങനെ പ്രചരിപ്പിക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ചില സ്ഥാപിത താല്പര്യമുണ്ട്. അവരും സഭയെ ഇതിനകത്ത് വലിച്ചെടുക്കാൻ നോക്കുകയാണ്. അതിനൊരു കാരണം ഈ എറണാകുളത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഒരുപക്ഷെ സഭയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ടാകാം. പക്ഷെ അതൊരു പ്രത്യേക സന്ദർഭത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സന്ദർഭങ്ങളിൽ എറണാകുളത്തെ സഭയുടെ സ്ഥാപനമായ ലിസിയിൽ അദ്ദേഹം ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. ആ സന്ദർഭത്തിൽ പാർട്ടിക്കാരും പത്രക്കാരും എല്ലാം കൂടെ ഒന്നിച്ചു വന്നപ്പോ അവിടെ ലിസിയുടെ ഓഡിറ്റോറിയത്തിൽ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാതെ ആശുപത്രിയുടെ ഡയറക്ടർ ചെയ്തു കൊടുത്തൊരു സൗകര്യമായിരിക്കാം. കാരണം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, വളരെ പ്രധാനപ്പെട്ട ആളുകൾ വന്നപ്പോ അവർക്ക് ഇരിക്കാനുള്ള ഒരു വേദി ഒരുക്കി എന്നുള്ളത് മഹാപരാധമായി കാണേണ്ട കാര്യമൊന്നുമില്ല. ഇനി അത് മാത്രമല്ല, ഈ സഭ എന്ന് പറയുന്നത് പൊതുവെ വെറുക്കപ്പെട്ട ഒരു സംവിധാനമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് അത്തരമുള്ള ഒരു സമീപനങ്ങൾ ബോധപൂർവം ഉണ്ടാക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും കുറച്ച് കഴിഞ്ഞോടുകൂടി, 1-2 ദിവസം കഴിഞ്ഞോടുകൂടി സഭയെ അപഹസിക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് രണ്ട് മുന്നണികളും പിന്നോട്ട് പോയിട്ടുള്ളൂ എന്നുള്ളത് ശുഭോദർക്കമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും സ്ഥാനത്തും അസ്ഥാനത്തും സഭയെ വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കാനുള്ള പ്രവണത ബോധപൂർവം ചെറുക്കപ്പെടേണ്ട കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അത്തരം സന്ദർഭങ്ങളിൽ സഭ പ്രതിരോധം തീർക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒപ്പം നമ്മുടെ കൂടെ വെക്കുന്നവരും ഒക്കെ വരാനത്തൊരു ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ജോർജി, ഒരു കാര്യം എനിക്ക് കൂടെ പറയാം. ഇപ്പൊ ചാർലി പോൾ സാറ് പറഞ്ഞ ഈ ഒരു അഭിപ്രായ പ്രകടനത്തിൽ സഭയ്ക്കുള്ളിൽ നിൽക്കുന്നവരാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് സഭയെ
നയിക്കാനായിട്ട് മുൻകൈയെടുത്തത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോ ഈ എറണാകുളത്തെ തൃക്കാക്കരയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം ആദ്യം തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഇട്ടത് എറണാകുളത്തെ തന്നെ വിമത സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയുടെ പേരിലാണ് അത് പുറത്തു വന്നത്. അപ്പോൾ സഭയ്ക്കുള്ളിൽ നിൽക്കുന്ന വ്യക്തികളാണ് പലരും. അവർ സഭാംഗങ്ങളായിട്ടാണ് കരുതപ്പെടുന്നത്. പക്ഷേ അവരുടെ ഉള്ളിൽ സഭയുള്ളിലുണ്ടോ എന്നുള്ളതാണ് വലിയൊരു ക്വസ്റ്റ്യൻ. അത്തരത്തിൽ സഭയ്ക്കുള്ളിൽ നിൽക്കുകയും സഭ എന്ന് പറയുന്നത് കൂട്ടായ്മയാണ്. സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മൂല്യങ്ങളാണ്. സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ക്ഷമിക്കുന്ന സ്നേഹമാണ്. ആ ഒരു ക്രൈസ്തവ മൂല്യങ്ങളുടെ ആ ഒരു അനുഭവം ഉള്ളിലില്ലാതെ സഭയ്ക്കുള്ളിൽ മാത്രമായിട്ട് നിലനിൽക്കുന്ന അൽമായ നേതാക്കൾ എന്ന് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ സംഘടനകൾ ഉണ്ടാക്കി അതിന്റെ നേതാക്കളായി ഫേസ്ബുക്ക് നേതാക്കൾ പലരുണ്ട്. അതുപോലെ തന്നെ വൈദികരും അത്തരത്തിൽ ഉണ്ടെന്ന് പോലും സംശയിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സഭയ്ക്കുള്ളിൽ നിൽക്കുന്നവരുടെ ഉള്ളിൽ സഭയുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ സന്ദേഹം. രണ്ടാമത്തെ ഒരു കാര്യം, ഇത്തരത്തിലുള്ള വിവാദം ഉണ്ടാക്കിയതാരാണ്? ഈ വളരെ സംഘടിതമായിട്ട് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ സഭയെ സ്ഥാനത്തും അസ്ഥാനത്തും ആക്ഷേപിക്കുവാൻ വേണ്ടി, സഭാതലവനെ സ്ഥാനത്തും അസ്ഥാനത്തും ആക്ഷേപിക്കുവാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ് ഈ വിവാദം ഉണ്ടാക്കിയത്. എന്നിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു അവർ തന്നെ ഇതിനെ എതിർക്കുകയാണ്. വിവാദം ഉണ്ടാക്കുന്നത് അവർ തന്നെ, എതിർക്കുന്നതും അവരുടെ ടീം അംഗങ്ങൾ അതിനെ എതിർക്കാൻ വേണ്ടി അപ്പൊ തന്നെ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കുന്നു ഒരാൾ, ഉടൻ മറ്റൊരാൾ അതിനെ എതിർക്കുന്നു. അതിന്റെ പേരിൽ സഭ വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിമർശിക്കപ്പെടുന്നു. ഒരു പത്രത്തിൽ തന്നെ ഈ പോസ്റ്റ് അതേപടി കൊടുത്തുകൊണ്ട് കത്തോലിക്ക സഭ അല്ലെങ്കിൽ സിറോ മലബാർ സഭ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ മോശമായ രീതിയിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വരികയും ഇദ്ദേഹവുമായിട്ടുള്ള ആശയവിനിമയങ്ങൾ അവിടെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു ശ്രമം നടത്തുമ്പോൾ ഇത് വളരെ ബോധപൂർവമായി സഭയെ ആക്ഷേപിക്കാൻ വേണ്ടി അവസരം പാർത്തിരിക്കുന്നവർ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ്. ആക്ഷേപം ഒരാൾ ഉന്നയിക്കുന്നു, അയാളുടെ ടീമംഗങ്ങൾ തന്നെ അതിനെ ശക്തമായി വിമർശിക്കുന്നു, അത് മീഡിയയിൽ കൊടുക്കുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷം, ഒരു വിവാദത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇതൊക്കെ സാമാന്യ ജനത്തിന് മനസ്സിലാകാൻ കഴിയുന്ന തരം താഴ്ന്ന സഭാ വിരുദ്ധ നടപടികളാണ് എന്ന് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് എൻ്റെ. തീർച്ചയായും വളരെ വ്യക്തമാണ്. സഭയെ അപഹസിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളെ ശക്തമായി തന്നെ ചെറുക്കണം. ഫാദർ റോയ് കണ്ണഞ്ചിറ CMA, അങ്ങ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി. നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ടത് ജനങ്ങൾ നേരിടുന്ന കാതലായ പ്രശ്നങ്ങളാണ്, വികസനമാണ് ചർച്ചയാകേണ്ടത്. നമുക്കറിയാം, ഈ സഭയെ ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പോലും വലിച്ചഴിക്കുന്നത്, സഭയെ വിവാദത്തിലേക്ക് തള്ളി വിടുന്നതിന് പിന്നിൽ നമുക്കറിയാം ഇരു മുന്നണികളും പ്രതിക്കൂട്ടിലാകുന്ന നിരവധി വിഷയങ്ങൾ സമൂഹത്തിൽ ചർച്ചയാകുന്നുണ്ട്. അത്തരം വിഷയങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടാനുള്ള ഒരു ശ്രമമാണോ സഭയെ ഇത്തരത്തിൽ വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കുന്നത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ ഒരു പ്രാദേശിക ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേരളത്തിന്റെ പൊതുസമൂഹം ചിന്തിക്കേണ്ട വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടത്. എത്രയെത്ര സാമൂഹിക പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്. ഡീസൽ, പെട്രോൾ, ഇന്ധനവില, ഒപ്പം ഗാർഹിക ഇന്ധന വില, ഇതൊക്കെ കുതിച്ചു കയറി ജനങ്ങള് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. ഒന്നാമത് പോസ്റ്റ് കോവിഡിയൻ കാലഘട്ടമാണ്. ജനങ്ങൾക്ക് തൊഴിൽ ഉറപ്പ് ലഭിച്ചിട്ടില്ല, സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെട്ട ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട്. അപ്പോൾ പെട്രോളിന്റെയും മറ്റ് ഇന്ധനങ്ങളുടെയും അനുദിന ഉപയോഗ സാധനങ്ങളുടെയും അരി ഉൾപ്പെടെയുള്ള നിരവധി മനുഷ്യന്റെ ഉപയോഗ സാധനങ്ങളുടെ എല്ലാം വില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വിലക്കയറ്റത്തെ പറ്റി ഇവിടെ ഒരു മുന്നണിയും അവരുടെ പ്രകടന പത്രിക ഇപ്പോൾ പുറത്തിറക്കിയിട്ടില്ല. പ്രകടന പത്രികയിൽ വിലക്കയറ്റത്തിനെതിരെ ഈ സ്ഥാനാർത്ഥികൾ സംസാരിക്കില്ല. ജനങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കില്ല. ജനങ്ങളെ കൊണ്ട് ചിന്തിക്കാൻ അവര് പ്രചോദിപ്പിക്കുമോ? ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരിക്കലും പ്രചോദിപ്പിക്കില്ല. അത് മാത്രമല്ല, ഇവിടെ ഈ സർക്കാരിന്റെ മദ്യനയം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ നല്ല മനുഷ്യർക്കും അവരുടെ നന്മയെ
തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു അതിവിശേഷമായ ഒരു മദ്യനയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിൽ കൂടുതൽ ഒരു നല്ല മദ്യനയം പുറത്തിറക്കാൻ പിണറായി സർക്കാരിന് ഒരിക്കലും കഴിയില്ല. കാരണം മദ്യപിക്കണ്ട എന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു സാമാന്യ മലയാളി വിചാരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ മൂക്കിന് താഴെ ബാറ് കൊണ്ടുവന്ന് വെച്ചിട്ട് മണപ്പിച്ചു കൊടുത്തിട്ട് നിനക്ക് മദ്യപിക്കാനുള്ള ശേഷി ഇനിയും ഇല്ലേ എന്ന് അയാളെ നിരന്തരം പ്രലോഭിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ്. ഇത് ജനവിരുദ്ധ നയമാണ്. ഒരു ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങൾ ഉണർന്നെഴുന്നേറ്റ് ചോദ്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ജനത്തിന്റെ സമാധാനപൂർണമായ ജീവിതത്തിന്, സമൂഹ ജീവനത്തിന് തടസ്സം നിൽക്കുകയും തുരങ്കം വെക്കുകയും ചെയ്യുന്ന ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ തന്നെയാണ് ഇലക്ഷൻ പറയുന്നത്. പക്ഷേ ഇവിടെ അത് ചർച്ചാ വിഷയമാണ്. ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ഈ സംസ്ഥാന സർക്കാരിന്റെ മദ്യ നയത്തിനെതിരെ സംസാരിക്കാനോ ഈ ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാനോ ഏതെങ്കിലും മാധ്യമങ്ങൾ അതിനെ സഹായിക്കുന്നുണ്ട്? അവർ സഹായിക്കുന്നില്ല. ഇനി അടുത്ത വലിയൊരു വിഷയമാണ് കേരയിൽ വിഷയം. കേരളം രണ്ടായി വിഭജിക്കപ്പെടുന്നു എന്നുള്ള വിവാദം ഉയർത്തിക്കൊണ്ട് വലിയ വലിയ പ്രക്ഷോഭങ്ങൾ ഉയരുകയാണ്. പ്രതിപക്ഷ ഭരണപക്ഷ പ്രക്ഷോഭങ്ങൾ ഉയരുകയാണ്. ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ ഗുണ്ടകളൊക്കെ അതിജീവനത്തിനായി നിലവിളിക്കുന്ന പാവപ്പെട്ട മലയാളിയുടെ നെഞ്ചത്ത് കയറി നിരങ്ങുന്ന ഏറ്റവും നികൃഷ്ടമായ രാഷ്ട്രീയ ഗോഷ്ഠികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളിന്റെ പേരിൽ. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോഴേക്കും കേരളിന്റെ കുറ്റിയടിക്കൽ പരിപാടി ഗവൺമെന്റ് അങ്ങ് നിർത്തിവെക്കുകയാണ്. എന്തിനാണാവോ ഇത്ര പെട്ടെന്ന് ഗവൺമെന്റ് ഇത് നിർത്തിവെച്ചിരിക്കുന്നത്? അല്ല, ഇത് നടത്തിയാൽ എന്താ പ്രശ്നം? ഗവൺമെന്റിനെതിരെയുള്ള ജനവികാരം ഉയരും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഗവൺമെന്റിനെതിരെ ജനവികാരം ഉയരുന്ന ഒരു പരിപാടിയാണെന്ന് ഗവൺമെന്റിന് അറിയുകയും ചെയ്യാം. എന്നിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ജനവിരുദ്ധ പരിപാടിയല്ലേ? അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയങ്ങളാണ്. പക്ഷേ ഇതൊന്നും ചർച്ച ചെയ്യാനായിട്ട് ഇവിടെ ഒരു മാധ്യമവും ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏതോ വേഷപ്രച്ഛന്നരായിട്ട് പ്രച്ഛന്ന വേഷം ധരിച്ച ആരുടെയൊക്കെയോ ഈ നമ്മളൊക്കെ ഈ കുട്ടികൾക്ക് നടത്തുന്ന പ്രച്ഛന്ന വേഷ മത്സരം പോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു വേഷം അങ്ങ് കെട്ടി അങ്ങ് വരികയാണ്. ഇത് ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നവർക്ക് പിന്നീട് ഈ വിഷയങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല, ജനങ്ങളുമായിട്ട് പോലും ബന്ധമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഇപ്പൊ സഭയെ ഈ ഒരു വിവാദത്തിലേക്ക് വലിച്ചഴിച്ചത് പോലും ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മാധ്യമങ്ങളുടെ പോലും ശ്രദ്ധ തിരിക്കുവാനാണ് എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും എന്നാണ് എന്റെ വിചാരം. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഈ വിവാദങ്ങൾ വലിച്ചഴക്കുന്നവർക്ക് പോലും ഇത്തരത്തിലുള്ള നിലപാടുകാരോട് ആഭിമുഖ്യമുണ്ട് എന്ന് ഞാൻ സംശയിക്കാം. വ്യക്തമാണ്. ജനങ്ങൾ നേരിടുന്ന കാതലായ പ്രശ്നങ്ങളിൽ നിന്ന് ഉള്ള ഒരു ഒളിച്ചോട്ടം, അതിനുള്ള ഒരു ശക്തമായ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫാദർ റോയ് കണ്ണഞ്ചിറ CMA ഉന്നയിച്ചത്. അഡ്വക്കേറ്റ് ചാർലി പോൾ, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലം വളരെയധികം ഗിമിക്കുകളുടെ ഒരു കാലഘട്ടം കൂടിയാണ്. ഞാൻ ഈ തൃക്കാക്കര ഒരു ഉപതെരഞ്ഞെടുപ്പിനെ മാത്രം കോട്ട് ചെയ്തുകൊണ്ടല്ല പറയുന്നത്. ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും നാം സ്ഥിരം കാണുന്ന ഒരു ചിത്രമുണ്ട്. സ്ഥാനാർത്ഥികൾ അരമനകൾ കയറിയിറങ്ങുന്നു, പിതാക്കന്മാരെ കാണുന്നു, വൈദികരെ കാണുന്നു, അനുഗ്രഹം മേടിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു സമുദായ നേതാക്കളെയും അവർ കാണുന്നുണ്ട്. ഈ കയറിയിറങ്ങുന്ന സ്ഥാനാർത്ഥികൾ പലരും ഇലക്ഷന് മുമ്പ് ഈ ക്രൈസ്തവ സഭയെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തെയൊക്കെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ സഭാവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് ഇവരിൽ പലരും. ഇത്തരം ഗിമിക്കുകൾക്ക് നമ്മുടെ സഭയും സഭാ സ്ഥാപനങ്ങളും വേദിയാകുന്നത് ഒഴിവാക്കിക്കൂടെ അഡ്വക്കേറ്റ് ചാർലി പോൾ? തീർച്ചയായിട്ടും അവരുടെ പ്രകടനപരതയ്ക്ക് വേണ്ടി നമ്മുടെ സ്ഥാപനങ്ങളെയോ പള്ളികളെയോ അല്ലെങ്കിൽ വേദികളെയോ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവ ഒഴിവാക്കപ്പെടേണ്ടതാണ്. പക്ഷേ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ പിതാക്കന്മാരെ കാണാനായിട്ട് അവർ വരുമ്പോൾ, അവർ അനുഗ്രഹം തേടാൻ വരുമ്പോൾ നമ്മൾ അത് നിരസിക്കണമെന്നുമില്ല. പക്ഷെ അത് നമ്മൾ ബോധപൂർവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇവര് സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയാണ് നമ്മളെ സമീപിക്കുന്നത് എന്നുള്ളൊരു ബോധ്യോബോധം നമ്മൾ രൂപപ്പെടേണ്ടതായിട്ടുണ്ട്. അത് അത്തരമുള്ള അവരുടെ പ്രകടനപരത നമ്മൾ മുൻകൂട്ടി കാണുകയും അത് പ്രോത്സാഹിപ്പിക്കാതിരിക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന കാര്യത്തിൽ തർക്കമില്ല. ബഹുമാനപ്പെട്ട റോയച്ചൻ പറഞ്ഞ പോലെ തന്നെ ഈ തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രധാനമായിട്ടും വികസനത്തോടൊപ്പം എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ്. അച്ഛൻ സൂചിപ്പിച്ചു, വികസനത്തിന്റെ ഏറ്റവും വലിയ നാന്ദിയായിട്ട് ഇപ്പോൾ അവതരിപ്പിക്കുന്ന കേരളിന്റെ കുറ്റിയിടലാണ്. ആ കുറ്റിയിടല് അവര് നിർത്തിവെച്ചേക്കാം. അപ്പൊ വികസനത്തിന്റെ ഏറ്റവും വലിയ നാന്ദിയായി ഉദ്ഘോഷിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന കുറ്റി വികസനത്തിന്റെ പ്രതീകമായതുകൊണ്ട്
അത് ഈ ജൂൺ മാസം വരെ നിർത്തിവെക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നത് ഇത് അച്ഛൻ സൂചിപ്പിച്ച പോലെ യഥാർത്ഥത്തിൽ ഇത് വികസനമല്ല, ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു കമ്മീഷണറിൽ പദ്ധതി തന്നെയാണ്, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതിനെ വിളിച്ചുകൂട്ടിയ വിശദീകരണ യോഗങ്ങളിൽ ഒന്നും തന്നെ ഭരണപക്ഷം വിളിച്ചുകൂട്ടിയിട്ട് പോലും ആരും പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. രണ്ടാമത്, വികസനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഈ ഗവൺമെന്റിന് ഉണ്ട് എന്ന് പറയാൻ നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. കാരണം ഈ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളൊന്ന് മദ്യവും, 2 ലോട്ടറിയും, 3 പെറ്റി കേസുമാണ്. ഈ ലോട്ടറിയും അതുപോലെ തന്നെ മദ്യപാനം എന്ന് പറഞ്ഞ ചൂഷണോപാധികളാണ്. മനുഷ്യനെ ചൂഷണം ചെയ്ത്, അവന്റെ ബലഹീനതയെ ചൂഷണം ചെയ്ത് അവനെ വീണ്ടും വീണ്ടും ദരിദ്രനാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ്. അവിടെ എവിടെയാ വികസനം വരുന്നത്? അപ്പൊ അവര് ഒന്ന് പറഞ്ഞ് അതിന് ഘടകവിരുദ്ധമായ നയങ്ങൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അച്ഛൻ സൂചിപ്പിച്ചു, നമ്മളിപ്പോ വികസനത്തോടൊപ്പം ചർച്ച ചെയ്യേണ്ടതല്ലേ മദ്യനയം? കാരണം മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുമ്പോൾ മദ്യനയമായിരുന്നു പ്രധാന ചർച്ച. അന്ന് ഈ ബാറുകളെല്ലാം അടച്ചുപൂട്ടിയ സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. 29 പഞ്ചനക്ഷത്ര ബാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാനും ബീവറേജ് ഔട്ട്ലെറ്റുകൾ മാത്രമേ ഈ രാജ്യത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് അവര് ഇത് തുറക്കാൻ ഭയപ്പെട്ടിരുന്നു. അന്ന് അവരെല്ലാം പറഞ്ഞത് ഈ അടച്ചുപൂട്ടിയ ബാറുകൾ ഞങ്ങൾ തുറക്കില്ല, പുതിയ മദ്യശാലകൾ ആരംഭിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നിലവിലുള്ള മദ്യത്തെക്കാൾ ഒരു തുള്ളി മദ്യം പോലും അധികം കൊടുക്കാത്ത നയമായിരിക്കും എന്നൊക്കെ അവർ ആവർത്തിച്ചു പറഞ്ഞു. മദ്യം വലിയ സാമൂഹ്യ തിന്മയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് അതിന്റെ ഉപഭോഗവും ലഭ്യതയും പടിപടിയായി കുറയ്ക്കുന്ന നയമായിരിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു. പക്ഷെ എന്താ സംഭവിച്ചത്? ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ ആ പറഞ്ഞ പ്രഖ്യാപനങ്ങളിൽ നിന്ന് ഒരുപാട് പിന്നോട്ട് പോയി നമുക്ക് കാണാൻ സാധിക്കും. ബാറുകളെല്ലാം തുറന്നു കൊടുത്തു, 10% ബീവറേജ് ഔട്ട്ലെറ്റുകൾ പൂട്ടിക്കൊണ്ടിരുന്നത് നിർത്തലാക്കി, പുതിയ ബ്രൂവറികളും ഡിസ്റ്റിലറികളും ആരംഭിക്കുന്നു. അങ്ങനെ നാട് നീളെ കർഷകരുടെ പേര് പറഞ്ഞ്, വിനോദത്തിന്റെ പേര് പറഞ്ഞൊക്കെ ഈ മദ്യത്തെ ഒഴുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക. തൃക്കാക്കര പ്രത്യേകിച്ച് IT കേന്ദ്രീകൃതമായ ഒരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ IT കേരളത്തിൽ പ്രവർത്തിക്കുന്നത് തൃക്കാക്കരയാണ്. IT കേന്ദ്രങ്ങളെ മദ്യവൽക്കരിക്കുക എന്നുള്ളൊരു നയം കൂടി ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. അതും ചർച്ചയാകേണ്ട കാര്യമാണ്. IT തൊഴിലിടങ്ങളെ മദ്യവൽക്കരിക്കുന്നത് വലിയ അരാജകത്വവും അധാർമികതയും സൃഷ്ടിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ജോലിക്ക് ഹാജരാകുന്ന ആളുകളെ സംബന്ധിച്ച് വിട്ടുനിൽക്കാനുള്ള ശീലം, കർമ്മോത്സുകത കുറയാനുള്ള ശീലം, അതുപോലെ നിരവധി സാമൂഹിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ അത് ഇടവരുത്തും. അതുകൊണ്ട് അതെല്ലാം തന്നെ ചർച്ച ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. വികസനത്തെ തുരങ്കം വയ്ക്കുന്ന ഒരു മദ്യനയമാണ്. വീര്യം കുറഞ്ഞ മദ്യം കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് മദ്യമുണ്ടാക്കാന്ന് പറയുന്നത് ഞാൻ നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഈ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നൊക്കെ വർദ്ധിത ഉൽപ്പന്നങ്ങൾ വേറെ ഉണ്ടാകാമെന്നിരിക്കെ മദ്യം തന്നെ ഉണ്ടാക്കണമെന്ന് എന്താ സർക്കാരിന് ഇത്ര പിടിവാശി? ഒപ്പം തന്നെ വീര്യം കുറഞ്ഞ മദ്യം നമുക്കറിയാം. ഇനി ഏതെങ്കിലും സ്ത്രീകളോ കുട്ടികളോ മദ്യപിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവരെ കൂടി മദ്യപരാക്കി മാറ്റാനുള്ള ഒരു നയമാണ് സർക്കാർ അവലംബിക്കാനായിട്ട് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വികസനത്തിന്റെ പേര് പറയുകയും ഒപ്പം തന്നെ ജനത്തെ പിന്നോട്ടടിക്കുന്ന മദ്യത്തിന്റെ കുത്തൊഴുക്കിന് മഹാദുരന്തത്തിന് ഇടയാക്കുകയും ചെയ്യുന്ന നയം, ലോട്ടറി പോലുള്ള മനുഷ്യന്റെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്ന നയം, അതൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്ത് പൗരന്റെ നിലനിൽപ്പിനും മുന്നോട്ടുള്ള പുരോഗതിക്കും പ്രയാണത്തിനുമൊക്കെ തടസ്സം നിൽക്കുന്ന സമീപനമാണ്. അതുകൊണ്ട് അവർ ഉന്നയിക്കുന്ന വാദങ്ങളും അവർ നടപ്പാക്കുന്ന പ്രക്രിയകളും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ടെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വ്യക്തമാണ്. തീർച്ചയായും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ ഈ വികലമായ മദ്യനയം തീർച്ചയായും ചർച്ചയാക്കണം. ഫാദർ റോയ് കണ്ണഞ്ചിറ CMA, ഈ അടുത്ത നാളുകളിലായി കണ്ടുവരുന്ന ഒരു പ്രതിഭാസം, ക്രൈസ്തവ സമുദായത്തിന്റെ ബാനറിൽ ജയിച്ച് കയറുന്ന പ്രതിനിധികൾ അവർ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ ക്രൈസ്തവ സമുദായം ഉന്നയിക്കുന്ന ആശങ്കകളെ നിസ്സാരവൽക്കരിക്കുകയും അല്ലെങ്കിൽ അതിന് വേണ്ടത്ര പരിഗണന കൊടുക്കാതിരിക്കുകയും തങ്ങളായിരിക്കുന്ന മുന്നണികളുടെ ഒരു അടിമകളായി മാറുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം വളരെയധികം ശക്തി പ്രാപിക്കുകയാണ്. ഈ ഒരു പ്രതിഭാസത്തെ തടയിടാൻ ക്രൈസ്തവർ എന്ത് ചെയ്യണം? ഫാദർ റോയ് കണ്ണഞ്ചിറ CMA. കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. ചർച്ചകളും തുടർ ചർച്ചകളും ആവശ്യമായ ഒരു വിഷയമാണിത്. ക്രൈസ്തവ നാമധാരികളായ രാഷ്ട്രീയ നേതാക്കൾ തീർച്ചയായിട്ടും ഓരോരോ സ്ഥലങ്ങളിൽ സഭയുടെ പിന്തുണ അവരുടെ ഇലക്ഷൻ സമയത്ത് അവർക്ക് ലഭിക്കാറുണ്ട്. പക്ഷെ അത് ക്രൈസ്തവ സഭയുടെ ഒരു കാഴ്ചപ്പാടിൽ ചിന്തിക്കുമ്പോൾ ക്രൈസ്തവ നാമധാരികളെ എല്ലാവരെയും ജയിപ്പിക്കുക എന്നുള്ളത് സഭയുടെ ഒരു ലക്ഷ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം ഓരോ മണ്ഡലത്തിലെയും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളെയാണ്
നന്മ നോക്കി, വ്യക്തിയുടെ നന്മ നോക്കി സഭ ജയിപ്പിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ സഭയുടെ രാഷ്ട്രീയ നിലപാട്. അതാണ്, അതായത് സമൂഹത്തിന്റെ നന്മയാണ് സഭയുടെ രാഷ്ട്രീയം. ഇവ ക്രൈസ്തവ നാമധാരിയാണ്, അതേസമയം ക്രൈസ്തവ മൂല്യങ്ങളോ സാമൂഹിക മൂല്യങ്ങളോ രാഷ്ട്രമൂല്യങ്ങളോ ഒന്നും അയാളിൽ ഇല്ല എന്ന് ഉറപ്പ് ഉള്ള ഒരു അന്തരീക്ഷമാണെങ്കിൽ സഭ അയാളെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. അതേസമയം ഈ ഒരു വിഷയം കേരളത്തിലെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന വിഷയമാണ് എന്നുള്ളത് എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം, സമുദായ നേതാക്കൾക്കും അറിയാം. കാരണം ഓരോരോ ഇടങ്ങളിലെ സാമുദായിക സന്തുലനാവസ്ഥയ്ക്ക് അനുസരിച്ച് സമുദായ നേതാക്കളുടെ ഒക്കെ അഭിപ്രായം ആരാഞ്ഞ് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും ജയിപ്പിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇവിടെ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള രാഷ്ട്രീയക്കാർ അവർ ജയിച്ചു കഴിഞ്ഞാൽ സഭയോട് ആഭിമുഖ്യം പുലർത്താത്ത സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്. സഭയോട് ആഭിമുഖ്യം പുലർത്തുന്ന നല്ല നിരവധി രാഷ്ട്രീയക്കാർ ക്രൈസ്തവ നാമധാരികളിലുണ്ട്, ക്രൈസ്തവ നാമധാരികളല്ലാത്തവരിലുമുണ്ട് എന്നുള്ളത് സത്യം. അതേസമയം ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള വ്യക്തികളെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ വളർത്തുന്നതിൽ സഭയ്ക്കും സമുദായത്തിനുമുള്ള പങ്ക് ഈ ഒരു കാലത്ത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് വളരെ വിമർശനാത്മകമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. സഭ വളർത്തുന്നുണ്ടോ? ഇത്തരത്തിൽ സമൂഹത്തിന് നന്മ ചെയ്യുവാൻ കഴിയുന്ന നല്ല നേതാക്കളെ വളർത്തുവാൻ സഭയുടെ ഈ ഒരു കാലത്ത് സഭയുടെ ജാഗ്രത എന്നാണ്. ധാരാളം നിരവധി നേതാക്കൾ വളർന്നിട്ടുണ്ട്, സഭയ്ക്ക് അവരുടെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഈ ഒരു കാലത്ത് പുതിയ നേതാക്കളെ വളർത്തുന്നതിൽ, രാഷ്ട്രീയ നേതാക്കളെ വളർത്തുന്നതിൽ സഭയുടെ നിലപാട് എന്താണ് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കാരണം സഭയുടെ നിരവധി സംഘടനാ സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഈ സഭയുടെ സംഘടനാ സംവിധാനങ്ങൾ ഇപ്പോൾ KCYM ഉണ്ട്, AKCC ഉണ്ട്. അങ്ങനെയുള്ള സഭയുടെ സംഘടനാ സംവിധാനങ്ങളുടെ നേതാക്കളായിട്ടുള്ളവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ വ്യക്തിപരമായിട്ടുണ്ടാകും തീർച്ചയായിട്ടും. ആ രാഷ്ട്രീയ താല്പര്യങ്ങളിൽ തുറന്ന് ഇടപെടാനായിട്ട് സഭയുടെ നേതാക്കളായിരിക്കുന്ന സമയത്ത് പലപ്പോഴും സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം സഭയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിന് നമ്മുടെ വിശ്വാസികളുടെ വ്യക്തിത്വങ്ങളിൽ എത്രമാത്രം വളരുവാനായിട്ട് സഭയുടെ സാഹചര്യത്തിൽ സാധിക്കുന്നുണ്ട് എന്നുള്ളതനുസരിച്ചാണ് അവര് ജയിച്ചു കഴിഞ്ഞാൽ സഭയെ എങ്ങനെ സഹായിക്കും, സഭയുടേതാണ് ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറയുന്നത് അത്തരത്തിൽ ഉറപ്പുള്ളവരാണ്. അങ്ങനെ പറയുന്നവരുണ്ട് ഇന്ന്. അങ്ങനെ പറയുന്ന ചില ശബ്ദങ്ങൾ നമ്മൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ കേൾക്കുകയുണ്ട്. വ്യക്തമാണ്. ഞാൻ സമയപരിമിതി മൂലം ഇടപെടുകയാണ് ഫാദർ റോയ് കണ്ണഞ്ച്. ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമുദായത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന നിരവധി പ്രതിസന്ധികളിലൂടെയാണ് ക്രൈസ്തവർ കടന്നു പോകുന്നത്. ന്യൂനപക്ഷ അവകാശങ്ങളുടെ ഒരു ലംഘനം, അതോടൊപ്പം തന്നെ ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ, ഇസ്ലാമിക തീവ്രവാദം ഉയർത്തുന്ന വിഷയങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവർ കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ ക്രൈസ്തവരുടെ ഒരു രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കണം? ചുരുങ്ങിയ വാക്കുകളിൽ അഡ്വക്കേറ്റ് ചാർലി പോൾ. സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ചിലപ്പോ മറുപക്ഷത്തുള്ളവർ കുറവായിരിക്കും. അപ്പൊ ആരെങ്കിലുമൊക്കെ സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വേണമല്ലോ. അപ്പൊ അതിനു പറ്റിയ ആളുകളെ സഭ വളർത്തിയെടുക്കുന്നതും പൊതുമണ്ഡലത്തിൽ അവതരിപ്പിക്കുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സഭ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് സഭയുടെ മക്കൾ, വിശ്വാസികൾ. ആ വിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാനും അവ പൊതുമണ്ഡലത്തിൽ ചർച്ചയാക്കാനും ഒപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ രാഷ്ട്രീയത്തിൽ ഇടപെടാനും കഴിയുന്ന നേതൃത്വങ്ങളെ സഭ സംഭാവന ചെയ്യേണ്ടിയിരിക്കുന്നു. ഒപ്പം അത്തരമുള്ള നേതാക്കളിലൂടെ വേണം നമുക്ക് സഭയുടെ രാഷ്ട്രീയ രംഗത്തുള്ള അല്ലെങ്കിൽ രാഷ്ട്ര പുനർനിർമ്മിതിയിലുള്ള പങ്ക് വ്യക്തമാക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിന് തക്ക വിധത്തിലുള്ള ലീഡേഴ്സിനെ വളർത്തിയെടുക്കുകയും അവർ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല മൊത്തം സമൂഹത്തിന്റെ നന്മയ്ക്കും പുരോഗതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി നിലകൊള്ളാനുള്ള ഒരു മനോഭാവത്തിന്റെ രൂപീകരണ പ്രക്രിയയും നമ്മൾ ലക്ഷ്യം വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സഭയോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ നിൽക്കുന്നവർക്കും സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മതേതരത്വ നിലപാട് കൂടിയുള്ള നേതാക്കളെ സഭ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ സഭയുടെ താല്പര്യങ്ങളും സമൂഹത്തിന്റെ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. ഫാദർ റോയ് കണ്ണഞ്ചിറ CMA, അങ്ങേക്ക് അതിനോട് കൂട്ടിച്ചേർക്കാം ചുരുങ്ങിയ വാക്കുകളിൽ. സാറ് പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ സഭയുടെ ഒരു വിഷയം, സമൂഹത്തിന്റെ വിശ്വാസ സമൂഹത്തിന്റെ ഒരു വിഷയം, അത് ആ സമൂഹത്തിൽ നിന്നുള്ള ഒരാൾ അവതരിപ്പിക്കുന്നത് പോലെ മറ്റാരാണ് കേരളത്തിൽ അവതരിപ്പിക്കുന്നത്? ക്രൈസ്തവ സമൂഹം ഇവിടെ നിലനിൽപ്പിന് നേരിടുന്ന നിരവധി വിഷയങ്ങളുണ്ട്.
അത് മറ്റു മതസമൂഹങ്ങളിൽ നിന്നോ ഇനി മതവിശ്വാസമില്ലാത്ത ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നോ വരുന്നവർ സഭ ആഗ്രഹിക്കുന്ന പോലെ ആ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ സഭയുടെ വിഷയങ്ങൾ പഠിക്കുകയും അത് എന്റെ വിഷയമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇന്ന് കേരളത്തിൽ വളർന്നു വരേണ്ടത് സഭാ സമൂഹത്തിന്റെ, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്, യാതൊരു സംശയവും വേണ്ട. അതേസമയം തന്നെ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം, കത്തോലിക്ക സഭയാണെങ്കിലും ക്രൈസ്തവ സമൂഹമാണെങ്കിലും ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിനോട് ആദ്യം മതം രണ്ടാമത് രാഷ്ട്രീയം എന്ന് പഠിപ്പിക്കുന്നില്ല. അത് ശരിയാണെന്ന് സഭ വിശ്വസിക്കുന്നുമില്ല. കാരണം സഭയൊരു പൊതുസമൂഹത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടന അനുസരിച്ചുള്ള ജനാധിപത്യ മൂല്യങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് എല്ലാവർക്കും തുല്യനീതി ലഭിക്കുന്നത്. സഭ വിശ്വസിക്കുന്നത് എന്താണ്? സഭ പഠിപ്പിക്കുന്നത് എന്താണ്? എല്ലാ മനുഷ്യരും ദൈവമക്കളാണ്, ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് മനുഷ്യത്വത്തിനാണ് സഭ വില കൽപ്പിക്കുന്നത്. ആ ഒരു മൂല്യം നിലനിൽക്കണമെങ്കിൽ നല്ല രാഷ്ട്രീയ ബോധമുള്ളവർ, നല്ല മതവിശ്വാസമുള്ളവർ, നല്ല ധാർമ്മിക മൂല്യമുള്ളവർ ഉണ്ടാകണം. അത് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും സഭയ്ക്ക് സന്തോഷമാണ്. അവർ സഭയെ സംരക്ഷിക്കും. ഒപ്പം ഇതുപോലെയുള്ള നീതി ആവശ്യപ്പെടുന്നവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവർ ശബ്ദം ഉയർത്തണമെന്നാണ് സഭയുടെ ആഗ്രഹം. അത്തരത്തിലുള്ള നേതാക്കൾ സൃഷ്ടിക്കപ്പെടണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നതാണ് എന്റെ ഒരു ഉദ്ദേശം. വളരെ വ്യക്തമാണ്. സമൂഹത്തിന്റെ നന്മയാണ് സഭയുടെ രാഷ്ട്രീയം. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ല സഭ. സഭയെ അപഹസിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഒറ്റക്കെട്ടോടെ ചെറുക്കണമെന്ന വ്യക്തമായ സന്ദേശമാണ് ഇന്നത്തെ ഷെക്കേന ഫയർ റൂം നൽകുന്നത്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ റോയ് കണ്ണഞ്ചിറ, CMI, അഡ്വക്കേറ്റ് ചാർലി പോൾ, രണ്ടുപേർക്കും നന്ദി.